പ്രോബ്ലംസ് ഒന്നും ഇല്ലമ്മ. പ്രാർത്ഥന ചെറിയ കുട്ടിയാ. നാളെ അവൾ വളർന്ന് വലിയ കുട്ടിയാവും. അതിന്റെ അമ്മയ്ക്ക് ജോലിയുണ്ടല്ലോ. പിന്നെന്തിനാ കൊച്ചിന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കുന്നത്? ചില പ്രശ്നങ്ങളുണ്ടമ്മ. അതിപ്പോ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ദീപയുടെ സ്ഥാനത്താ ഞാൻ ദേവികയെ കാണുന്നത്. അതിപ്പോ നാളെ എന്ത് വിഷയമാണ് ഉണ്ടാവുന്നതെന്ന് അറിയാൻ പറ്റില്ല പ്രിയേ. നീ ഇപ്പൊ മനസമാധാനത്തോടെയാ ജീവിക്കുന്നത്. എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അമ്മ അത് ഹലോ ഹലോ വ്യാഴാഴ്ച ഷൂട്ടിന് ഫ്ലോർ ഒഴിവില്ല. ബുധനാഴ്ച വെക്കട്ടെ സർ. വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ബുധനാഴ്ച വെച്ചോളൂ. ശരി. ദേവിക, അതെ ഈ ഒന്നുമില്ല, പൊക്കോളൂ. അതെ, ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ എന്തോ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഇനി പ്രോബ്ലം? ഏയ്, പ്രോബ്ലം ഒന്നുമില്ല. അത് വെറുതെ ഒഫീഷ്യലാണെങ്കിൽ പറയണമെന്നില്ല. അതെ, അവാർഡ് ഫംഗ്ഷന് പോകുന്ന കാര്യം മകളോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞ് ഇപ്പോഴേ സ്വൈര്യം തരില്ല. പറയാതിരുന്ന നന്നായി. അതെന്താ, ചടങ്ങ് മാറ്റിവെച്ചോ? ഏയ് ഇല്ലില്ല, തിരുവനന്തപുരത്താണല്ലോ അവാർഡ്. നമ്മളെല്ലാരും കൂടി പോകുമ്പോ പ്രാർത്ഥനയെ കൊണ്ടുപോയേ പറ്റൂ. യാത്ര ചെയ്യാൻ അവൾക്ക് വലിയ താല്പര്യ. പിള്ളേര് 4 പേരുമായിരിക്കും ഈ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അതിലൊരു കുഴപ്പമുണ്ട് പ്രിയ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനൊരു യാത്ര താങ്ങാൻ പറ്റുമോ? എറണാകുളം തിരുവനന്തപുരം 4-5 മണിക്കൂർ എടുക്കും. അത് ശരിയാണല്ലോ. കുട്ടി ശരിക്കും ടയേർഡാവും. ദേവികയും കൂട്ടത്തിലുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം ഓപ്പൺ ആവും. നമ്മളെ കാണിച്ച് അത്രയും വെറുതെ ആയി തീരും. ഞാൻ ഈ കാര്യം ഓർത്തില്ല. കുട്ടികളെ തനിച്ചാക്കിയിട്ട് പോകുന്ന കാര്യം ആലോചിക്കാൻ പറ്റില്ല. താൻ കൂടെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. അതിൽ കാര്യമില്ല നിരഞ്ജൻ, ആലോചിക്കണ്ട. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുടെ പേരിൽ റിസ്ക് ഏറ്റെടുക്കണ്ട. ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഇരുന്നോളാം. നിരഞ്ജനും ദേവികയും കൂടി പോയിട്ട് വരൂ. എന്നാലും അത് മതി. നിങ്ങൾ 2 ആളും കൂടി പോകുന്നു. ഇറ്റ്സ് ഡിസൈഡഡ്.
അവാർഡ് ഫംഗ്ഷൻ ഏത് ദിവസമാണ്? ഞായറാഴ്ചയാ. ഇവിടുന്ന് ടീം എല്ലാവരും കൂടിയാ വരുന്നേ. നിങ്ങൾ ഇതില് വരുവോ? നേരത്തെ പറയണേ. വീടാകെ ഒരു വകയെ കിടക്കുവാ. അങ്ങോട്ട് വരില്ല. എല്ലാവർക്കും ഹോട്ടൽ അക്കോമഡേഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദേവിക്ക് തലേദിവസം ഇങ്ങ് പോരെ. ഇവിടുന്ന് അവാർഡ് സ്ഥലത്തേക്ക് എത്തിയാൽ മതിയല്ലോ. നോക്കട്ടെ. ചുരുക്കി പറഞ്ഞൊരു ഉല്ലാസയാത്രയാണ്. ചെലവെല്ലാം ചാനലിന്റെ വകയല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിരഞ്ജൻ സാറും വരുന്നുണ്ട് കൂടെ. അതിനെന്താ? പുള്ളിയല്ലേ നിങ്ങളുടെ എല്ലാം ചീഫ്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവാർഡ് സ്വീകരിക്കുന്നത് നിനക്കൊരു അഭിമാനല്ലേ? അപ്പോ ഇവിടെ പ്രിയേച്ചൊറ്റയ്ക്കാവില്ലേ? സുഖമില്ലാത്ത അവസ്ഥയിൽ ഒന്നും വയ്യാണ്ട് വന്ന ആരുള്ള അടുത്ത് കുട്ടികൾ എന്ത് ചെയ്യാനാ? സാറ് വരരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചേച്ചിയുടെ പ്രശ്നം മറ്റാർക്കും അറിയില്ല. ദേവിക എന്തായാലും നമ്മുടെ വീട്ടിൽ വരാതെ പോവരുത്. അല്ലെങ്കിലാ എന്റെ അനുവിന്റെ സ്വഭാവം മാറുന്നത്. ആ, എന്താ ചെയ്യാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഞാനെന്നാ പിന്നെ വിളിക്കാവേ. നിരഞ്ജൻ സാറ് കുറെ നേരമായി വിളിക്കുന്നു. അത്യാവശ്യമുള്ളൊരു കോളായിരുന്നു. സാർ അന്വേഷിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. ശരി. ഫംഗ്ഷൻ ദിവസം രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടണം. ചടങ്ങ് വൈകിട്ടല്ലേ ഉള്ളൂ. പിന്നെന്തിനാ സാർ രാവിലെ തിരിക്കുന്നത്? തിരുവനന്തപുരം വരെ ഓടിയെത്തണ്ടേ? ഇടയ്ക്ക് ബ്ലോക്കോ മറ്റോ ഉണ്ടായാലോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. തലേന്നേ പോവാം. അതെന്തിനാ? ഞാൻ താമസിച്ചിരുന്ന വീടുണ്ടല്ലോ സാർ, കൂട്ടുകാരികളുണ്ട് അവിടെ. നേരത്തെ ചെല്ലാൻ അവര് നിർബന്ധിക്കുകയും ചെയ്തു. ആ, എന്ന് കരുതി നമ്മളൊരു ടീമായി പോകാൻ ഡിസൈഡ് ചെയ്തല്ലേ അല്ലേ? എനിക്കും തിരുവനന്തപുരത്ത് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അവരവിടെ കൂടിക്കൂടെ? അതുകൊണ്ടല്ല സാർ. എന്തോ ഇഷ്ടം പോലെ ചെയ്. ശരി. പ്രിയേച്ചി വീണ്ടും വിളിച്ചു. അമ്മ പിണങ്ങിയാണ് ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിച്ചു. എന്തു പറ്റി? അവൾക്ക് 3 മക്കളുണ്ട്. പിന്നെന്തിനാ 4ാമതൊരു കൊച്ചിനെ എടുത്ത് വളർത്തുന്നത്? അതിന്റെ കാര്യം എന്താ? എടുത്തു വളർത്തുന്ന അല്ലമ്മ, ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പാർട്ടിയുടെ മോളാ. അവർക്ക് ഓഫീസിൽ പോകണ്ടേ? അപ്പോ കുട്ടി പ്രിയേച്ചിയുടെ അടുത്ത് നിൽക്കുന്നു. എത്ര നാളാ അങ്ങനെ? അതിലൊക്കെ അപാകതയുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ചേച്ചിക്ക് അടുപ്പം തോന്നിയതാന്നാ. നിരഞ്ജന കുട്ടിയോട് എങ്ങനെയാ? സ്നേഹാണ്. അല്ലെങ്കിൽ പ്രിയേച്ചി അത് വീട്ടിൽ താമസിപ്പിക്കില്ലല്ലോ. ഇത്രമാത്രം ആലോചിക്കാൻ എന്താ അമ്മ? ആലോചിക്കണം. 3 കുട്ടികളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞാലും പ്രിയ ആളൊരു പാവമാണ്. ആരെയും വിശ്വസിക്കും. മുമ്പിൽ കാണുന്നത് കണ്ണുടച്ച് വിശ്വസിക്കും. ആർക്ക് വേണമെങ്കിലും അവളെ പറ്റിക്കാം. ചേട്ടനുണ്ടല്ലോ എല്ലാം ശ്രദ്ധിക്കാൻ. ആണുങ്ങളുടെ മനസ്സാണ്. ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട. നിരഞ്ജേട്ടനെ കുറിച്ച് അങ്ങനെ പറയില്ലേ അമ്മ. ഇത്രയും പക്വതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പ്രിയേച്ചിയോടുള്ള സ്നേഹം കണ്ട അസൂയ തോന്നും. എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്നാലും എന്റെ മനസ്സിൽ എന്തോ ഒരു ഭയം തോന്നുന്നു. എന്തോ ഒരു പന്തികേട്. പ്രാർത്ഥനയോടെ എന്ന പ്രോഗ്രാം ഹിറ്റായി പോകുന്നതിൽ ചാനൽ ഹാപ്പിയാണ്. പുതിയൊരു തോട്ട് അവതരിപ്പിക്കാനുണ്ടെന്ന് ദേവിക പറഞ്ഞു. നമുക്കതൊന്ന് കേട്ടാലോ?
നിരഞ്ജൻ, കേട്ടോക്കാം. കമോൺ ദേവിക. യെസ്, കമോൺ. സർ, കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് പ്രാർത്ഥനയോടെ. മുതിർന്നവരെ, അതായത് പ്രായമായ അച്ഛനമ്മമാരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്റെ മനസ്സിലുള്ളത്. വൃദ്ധസദനങ്ങളെ കുറിച്ചാണോ? അല്ല സർ, വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഇഷ്ടം പോലെ TV പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. പിന്നെന്താണ് ഒരു പുതുമ? ദേവിക എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ. സ്വന്തം വീടുകളിൽ അവഗണന അനുഭവിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ച് നമുക്കറിയാം. ഗുരുവായൂരും മറ്റും അവരെ കൊണ്ടുചെന്ന് നടതള്ളുന്നതായിട്ടും വാർത്തകൾ വന്നിട്ടുണ്ട്. വാർത്ത മാത്രമല്ല, ടെലിവിഷൻ ഫീച്ചർ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ അവിടെ ഉള്ളവർക്കറിയാം. ഓക്കെ, ദേവിക കണ്ടിന്യൂ ചെയ്യൂ. മറ്റൊരു കാഴ്ചപ്പാടാണ് സർ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. സ്വന്തം വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന അനേകം അമ്മമാർക്ക് മറ്റു വീടുകൾ അഭയമാവുന്നുണ്ട്. അച്ഛനോ അമ്മയോ മരിച്ചുപോയ ചില നല്ല മനുഷ്യർ അനാഥവൃദ്ധരെ സ്വന്തം അച്ഛനമ്മമാരായി സ്വീകരിച്ച് അവർക്ക് സ്നേഹവും സംരക്ഷണവും കൊടുക്കുന്നുണ്ട്. അവരെ കണ്ടെത്തി ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന അതൊരു പുതിയ അനുഭവമാവില്ലേ സർ? കേട്ടിട്ട് കുഴപ്പമില്ല. നിരഞ്ജൻ എന്ത് പറയുന്നു? കേൾക്കാൻ കൊള്ളാം. ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് സാർ. മാതാപിതാക്കളെ ഉപേക്ഷിച്ച മക്കളെ നമ്മൾ തെറ്റുകാരായി ചിത്രീകരിക്കേണ്ടി വരും. അവരും ചാനലിന്റെ ഓഡിയൻസാ. അവര് സഹിക്കുവോ? ചുരുക്കത്തിൽ ടൈം TVക്ക് നല്ലൊരു വിഭാഗം പ്രേക്ഷകരെ നഷ്ടപ്പെടും. അങ്ങനെ വരില്ല സർ. നമ്മൾ ആ പ്രായമായവരെയും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ആളുകളെയും മാത്രമേ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. മക്കളെ കുറിച്ച് പരാമർശിക്കുക പോലുമില്ല. ആരെയും ഹേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം ആയിരിക്കില്ല. TV-യിൽ നമ്മുടെ പരിപാടി കണ്ടിട്ട് ആരെങ്കിലും അച്ഛനമ്മമാരെ തിരികെ സ്വീകരിച്ചേക്കാം. അങ്ങനൊരു നന്മയുടെ വശം കൂടി ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വിശ്വാസമില്ല സാർ. പ്രാർത്ഥനയോടെ നല്ലൊരു ടീം വർക്കാണ്. ക്ലച്ച് പിടിച്ചു, ഓക്കെ. പക്ഷേ ഇത് ജനം സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. മുഖവിലയ്ക്ക് എടുക്കണമെന്നില്ല. യു ക്യാൻ ഡിസൈഡ്. നിരഞ്ജൻ എന്തോ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് പിന്നീട് ആലോചിക്കാൻ ദേവിക. ഓക്കെ? ഓക്കെ സർ. സംഭവം മോശമായിട്ടൊന്നുമല്ല. തിരുവനന്തപുരത്തേക്ക് കൂടെ ചെല്ലാൻ ദേവിക പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ ചൊരുക്കാണ് കാണിച്ചത്. മൂപ്പരിലെ കാമുകൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചായ എടുക്കട്ടെ? വേണ്ട. ഇപ്പോഴിട്ടതാ, നല്ല ചൂടുണ്ട്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്തിനാ നിരഞ്ജനത് വേണ്ടാന്ന് വെച്ചത്? എനിക്കിപ്പോ ചായ കുടിക്കാൻ തോന്നാത്തത് കൊണ്ട്. ചായയുടെ കാര്യമല്ല പറഞ്ഞത്. ദേവിക പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ചാ ഞാൻ ചോദിച്ചത്. മനോഹരമായൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയത്. ടൈം TVയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറായി എന്നാണ് പ്രിയലക്ഷ്മി ചാർജ് എടുത്തത്? പറയേ നിരഞ്ജൻ, ഞാനത് ഏയ്
ഓഫീസ് മാറ്റേഴ്സ് വീട്ടിൽ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് തനിക്കറിയില്ലേ? ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് ന്യൂസ് എത്തിയിരിക്കുന്നു. അതാ ഏയ്, ഓ, ന്യൂസ് മാത്രമല്ല, ആളും ഉണ്ടോ? ഓഫീസിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? വാട്ട് യു തിങ്ക് ഓഫ് മീ? ചാനലിലെ പ്രോഗ്രാം ചീഫാണ് ഞാൻ. എനിക്കൊരു പ്രോജക്റ്റ് ഓക്കെ അല്ല എന്ന് തോന്നിയാൽ പിന്നെ ഓക്കെ അല്ല, അതാണ് അവസാന വാക്ക്. അടുക്കള വഴി പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി. സർ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. വിചാരിച്ചു. നിങ്ങൾക്ക് എന്റെ വീട്ടിൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില പരിഗണനകൾ ഉണ്ടെന്നുള്ളത് നിരഞ്ജൻ. ഐ നോ. ചില പരിഗണനകളുണ്ട്, മറ്റൊന്നുമല്ല. എന്റെ വൈഫ് നിങ്ങളെ ഒരു സിസ്റ്ററായിട്ട് കണ്ടു, കുട്ടിയെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സ്വാതന്ത്ര്യം നിങ്ങൾ മിസ്യൂസ് ചെയ്യാണ്. നമ്മുടെ വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? സാരമില്ലേ ചേച്ചി, ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടല്ലേ, വരാൻ പാടില്ലായിരുന്നു. സ്മാർട്ട്നെസ് ആവാം, ഓവർ സ്മാർട്ട്നെസ് വേണ്ട, അതും എന്റെ മുമ്പിൽ. ചേച്ചി, ദേവിക ഒന്ന് നിന്നേ. ദേവിക, ദിസ് ഈസ് ടു മച്ച് നിരഞ്ജൻ. ബോറായിപ്പോയി. എന്ത് പറ്റി നിരഞ്ജന്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. മെന്റലി വളരെ ഡൗൺ ആയിട്ട് അവള് പോയിരിക്കുന്നത്. അത് സ്കൂട്ടർ എടുത്തോണ്ട്. ഛേ, ശരിയാവില്ല അത്. എന്തെങ്കിലും പറ്റിപ്പോയാ? നിരഞ്ജൻ ഒന്ന് ചെന്നേ. എന്തിന്? ദേവികയോട് നല്ല 4 വാക്ക് പറയ. പിന്നാലെ ഒന്ന് പാമ്പർ ചെയ്യാനോ? എന്നെ കിട്ടില്ല. നാളുകൾ എണ്ണപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മയാണവൾ. കാരുണ്യത്തെ പറ്റി TV പ്രോഗ്രാം ചെയ്താൽ മാത്രം പോരാ, ജീവിതത്തിൽ കുറച്ചെങ്കിലും കാരുണ്യം ആരോടെങ്കിലും കാണിക്കണം. ദേവിക മുൻപൊരു ആക്സിഡന്റിൽ ചെന്നപ്പെട്ട കാര്യം അറിയാലോ. വീണ്ടും എന്തെങ്കിലും സംഭവിച്ചാൽ ആരായിരിക്കും അതിന്റെ ഉത്തരവാദി? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സോറി. ഞാൻ അത്രയും ദേഷ്യപ്പെടരുതായിരുന്നു, അതും എന്റെ വീട്ടിൽ വെച്ച്. വീട്ടിൽ വന്ന ഒരാളോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ആ സമയത്ത് ഞാൻ ഓർത്തില്ല. സാറിരിക്കെ. സാരമില്ല. അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഒരുമിച്ച് പോകാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ദേവിക പിന്മാറിയപ്പോ ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡായി. അതിന്റെ ദേഷ്യമാണ് കാണിച്ചത്. വെറും ഒരു ട്രിപ്പിനപ്പുറം ക്രിയേറ്റീവായി എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അതിന് ഓഫീസിൽ സൗകര്യമുണ്ടല്ലോ. യാത്രയാവുമ്പോ ഒരു ചേഞ്ച് ആവും. ഒറ്റയ്ക്കുള്ള ഡ്രൈവ് ബോറാവും. മനസ്സിനിണങ്ങിയ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സംസാരിച്ചോണ്ട് പോവാലോ. ദേവിക അടുത്തുള്ളപ്പോ ക്രിയേറ്റിവിറ്റിയുടെ ചൂട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക്. ആ ചൂട് ഒരുതരം പ്രചോദനമായി
മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. തന്നോട് പറഞ്ഞു ഫലിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തിരുവനന്തപുരം യാത്ര നമ്മൾ ഒരുമിച്ചാവണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ആലോചിക്കും. Yeah.